ഞാൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പാർട്ടിയുടെ തൃക്കൂർ ലോക്കൽ കമ്മിറ്റി മെമ്പറായും മാവഞ്ചോട് ബ്രാഞ്ച് സെക്രട്ടറിയുമായി പ്രവർത്തിക്കുന്ന സമയത്താണ് ബഹുമാനായ സഖാവ് ഇ.പി. ജയരാജൻ തൃശൂർ ജില്ലയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചു. അതിന്റെ ഭാഗമായി സഖാവ് ഇ.പി. ജയരാജൻ തൃക്കൂർ ലോക്കൽ കമ്മിറ്റി യോഗത്തിലും പങ്കെടുത്തിട്ടുണ്ട്. അന്ന് കർഷക തൊഴിലാളിയുടെ പഞ്ചായത്ത് ഉത്തരവാദിത്വവും ഓട്ടോ തൊഴിലാളി യൂണിയന്റെ പഞ്ചായത്ത് ഉത്തരവാദിത്വവും ഡിവൈഎഫ്ഐയുടെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം എന്ന നിലകളിലൊക്കെ പ്രവർത്തിക്കുന്ന എനിക്ക് അദ്ദേഹവുമായി ചർച്ചകൾ ചെയ്യുന്നതിനും വളരെ അടുത്ത് ഇടപഴകുന്നതിനും അവസരങ്ങൾ ലഭിച്ചിരുന്നു. ആ അവസരം ലഭിക്കുന്നതിനേക്കാൾ മുൻപ് സഖാവ് ഇ.പി. ജയരാജനെ സത്യത്തിൽ എനിക്ക് ഭയമായിരുന്നു. കാരണം ഒരു മനുഷ്യത്വമില്ലാത്ത പെരുമാറ്റമാണ് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ളത് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതിന് കാരണം അദ്ദേഹത്തിന്റെ ശരീര ഭാഷയിൽ നിന്നായിരുന്നു. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃക്കൂർ ലോക്കൽ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മാവിൻചോട്ടിലുള്ള ലോക്കൽ കമ്മിറ്റി ഓഫീസിലെത്തുകയും ആദ്യത്തെ യോഗത്തിൽ തന്നെ അദ്ദേഹം ഞാൻ വിചാരിച്ചതുപോലെയുള്ള ഒരു മനുഷ്യനല്ല, പകരം മനുഷ്യത്വമുള്ള, കരുണയുള്ള, യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ കഴിവുള്ള ഒരു പാർട്ടി നേതാവാണ്. അതുകൊണ്ട് തന്നെ ഈ സഖാവിനെ കുറിച്ച് തെറ്റായ ധാരണകൾ കൊണ്ടു നടന്ന എന്നോട് എനിക്ക് തന്നെ പുച്ഛം തോന്നിയ നിമിഷങ്ങളായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്നതോ അതല്ലെങ്കിൽ ആ തീരുമാനങ്ങളെ വിമർശിക്കുന്നതോ അല്ല. കുറച്ചുകാലം ആ പാർട്ടിയുടെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന എന്റെ അനുഭവങ്ങളിൽ കൂടി ഇ.പി. ജയരാജൻ എന്ന സഖാവിനെ കുറിച്ചുള്ള ആ ഓർമ്മകൾ എന്റെ മനസ്സിലുള്ളതിന്റെ പേരിലാണ് ഞാൻ ഇതെല്ലാം പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഇടതുപക്ഷ കൺവീനർ സ്ഥാനവും എടുത്ത് നീക്കം ചെയ്യപ്പെട്ടു. പകരം പുറത്താക്കപ്പെടണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന കക്ഷി അതേ പ്രസ്ഥാനത്തിന്റെ തണലിൽ ഫുൾ പ്രൊട്ടക്ഷനോടുകൂടി നിൽക്കാൻ അവസരം സൃഷ്ടിക്കപ്പെടുമ്പോൾ അത് ആലോചിക്കുമ്പോഴാണ് ഇ.പി.യെ ഓർത്തുകൊണ്ടുള്ള മനോദുഃഖത്തിന് കാരണമാകുന്നത്. ഞാൻ ചിന്തിക്കാറുണ്ട്, പാർട്ടിക്കകത്ത് ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാഷ് സെക്രട്ടറി ആവുന്നതിന് പകരം അന്ന് സെക്രട്ടറി ആവേണ്ടത് ഇ.പി. ജയരാജനായിരുന്നു. നിർഭാഗ്യവശാൽ അദ്ദേഹം അവിടെയും തഴയപ്പെട്ടു. ഇന്ന് പാർട്ടിക്കകത്ത് നിഷ്കളങ്കനും ആത്മാർത്ഥതയുള്ളവനും സഖാക്കളോട് അനുകമ്പ തോന്നുന്നവനുമായ ബഹുമാനപ്പെട്ട സഖാവ് ഇ.പി. ജയരാജൻ അദ്ദേഹത്തിന് ഈ പാർട്ടിക്കകത്ത് എടുത്തു പറയത്തക്ക ഒരു സ്ഥാനങ്ങളില്ലാതെ വീട്ടിലേക്ക് പറഞ്ഞുവിട്ടത് മനസ്സിൽ ഒത്തിരി വേദനയുണ്ടാക്കുന്നു. ആ വേദന ഞാൻ എന്റെ സുഹൃത്തുക്കളോടാണ് പങ്കുവെക്കുന്നത്. തികച്ചും സഖാവ് ഇ.പി.യോടുള്ള എന്റെ മാനസികമായ വികാരങ്ങൾക്ക് വിധേയമായാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന മഹാപ്രസ്ഥാനത്തിന് ആ പ്രസ്ഥാനമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ചെയ്യുന്നതിനും തീരുമാനങ്ങൾ സ്വീകരിക്കുന്നതിനും അറിവും കഴിവുമുള്ള നേതാക്കൾ തന്നെയാണ് ഈ വിഷയത്തിലും തീരുമാനമെടുത്തിട്ടുള്ളത്. ഒരുപക്ഷെ ആ നേതാക്കളെല്ലാം മനസ്സിൽ കണ്ട ആ ദീർഘമായ ഒരു വീക്ഷണം എനിക്കില്ലാതെ പോയതായിരിക്കാം ഒരുപക്ഷെ എനിക്കിങ്ങനെ പറയേണ്ടതായി വന്നത്. എന്തായാലും സഖാവ് ഇ.പി. ജയരാജനോടുള്ള എന്റെ അകമഴിഞ്ഞ സ്നേഹത്തിന്റെ ഭാഗമാണ് തുറന്നു പറയാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായത്.